ഫ്രണ്ട്സേ അനുമോള് തന്നെ കസേര വന്ന് സിറ്റ് ഔട്ട് ഇരിപ്പുണ്ട്. അപ്പൊ തനിയെ നടക്കുകയൊക്കെ ചെയ്യും. ആ ഓർമ്മശക്തിയും സംസാരവും കൂടെ ഒന്ന് കിട്ടിയാൽ ദിവസം രാവിലെ വീഡിയോ ഇടും. ഫെബ്രുവരി മാസത്തിലാണ്, ഇത് ജൂണിലേ ഉണ്ട്. ക്രെഡിറ്റ് 10,000, 1000, 100 എല്ലാവരും വീഡിയോ കണ്ടിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന പൈസയാണ് അതൊക്കെ. എല്ലാം പൈസ ഇടും. ഈ പൈസയിൽ നിന്നെല്ലാം ഡെബിറ്റ് ചെയ്യും. 10,000, 20,000 ഒക്കെ വെച്ച് എല്ലാ പൈസയും എടുത്തിട്ട് തന്നെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് നിങ്ങളിതാ ഈ വീഡിയോ കണ്ടതുപോലെ തന്നെ പൊതുവേ നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും സഹായ മനോഭാവം ഉള്ളവരാണ്. നമ്മൾ ഒരു സഹതാപത്തിൻ്റെ വീഡിയോകളും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ച് നമ്മൾ എല്ലാവരും സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ ആണ് ഇപ്പോൾ ഈ ഒരു ആൾ സഹായിക്കാൻ അഭ്യർത്ഥിച്ചിട്ട് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ ഒരു യാത്രയിൽ ഇവർക്ക് അപകടം പറ്റിയതാണ്. ഭാര്യയ്ക്കാണെങ്കിൽ തലയ്ക്കാണ് അപകടം പറ്റിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഓർമ്മശക്തിയെല്ലാം നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇയാൾക്കാണെങ്കിൽ അധികം സാരമായിട്ടുള്ള പരിക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 1 മാസം റെസ്റ്റിന് ശേഷം ഇയാൾ എന്തായാലും നോർമലായി. പക്ഷേ വൈഫാണെങ്കിൽ നോർമൽ ആയിരുന്നില്ല. തലയ്ക്ക് പരിക്ക് പറ്റിയത് കൊണ്ട് തന്നെ പുള്ളിക്കാരുടെ ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ടു. വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാട്ടോ, ഒന്ന് കണ്ടു നോക്കൂ. ഓടിക്കുന്ന സ്കൂട്ടറിൻ്റെ മണ്ടയ്ക്ക് വന്നിരുന്നിട്ട് എന്നെ കൂടെ വിളിച്ച് കയറ്റാൻ നോക്കി. അതിൽ എൻ്റെ കൈ പിടിച്ച് സീറ്റിലോട്ട് ഇരിക്കാൻ പറഞ്ഞു. ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഞാനിങ്ങനെ മാറി നിന്ന് സ്കൂട്ടറിൻ്റെ മണ്ടയ്ക്ക് ഓടിക്കുകയാണ്. സ്കൂട്ടർ ഓടിക്കുക. അവിടെ സ്കൂട്ടറിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നു കണ്ടോ. അവിടെ സ്കൂട്ടറിൻ്റെ മണ്ടയ്ക്ക് വന്നിരിക്കുക. സ്കൂട്ടർ ഓടിച്ചോ. പെതുക്കെ ഇറങ്ങ് മോള്. ആരെയാണെങ്കിൽ എട്ടും പൊട്ടും തിരിയാത്തൊരു രീതിയിലായിപ്പോയി. ഇപ്പം നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ആ ഭാര്യയുടേത്. ഭയങ്കര ഭർത്താവിനാണെങ്കിൽ തോളെല്ലിനാണ് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇയാൾ ഈ ഭാര്യൻ്റെ ഇതൊക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്യാറുണ്ട്, കാര്യങ്ങളും എല്ലാം പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ മലയാളികളായ എല്ലാവരും ഇയാളുടെ അക്കൗണ്ടിലോട്ട് പൈസ അയച്ചു കൊടുക്കാറുണ്ട്. നല്ല തുക തന്നെ അയച്ചു കൊടുക്കാറുണ്ട്. 5,000, 10,000, അതുപോലെ 100, 200, 300 അങ്ങനെ പല എമൗണ്ടിലുള്ള നല്ല സഹായങ്ങൾ തന്നെ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് തന്നെ ഇയാൾക്ക് കുറേ പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇയാൾ ഇത് കിട്ടുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ഇതിൽ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഭാര്യയുടെ ചെക്കപ്പിന്, ഓപ്പറേഷൻ, ഇതിനെന്നൊക്കെ പറഞ്ഞിട്ട് അതും ഇങ്ങനെ കാണിച്ച് ഒരുപാട് തുക ആൾക്കാർ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. 25,000, 30,000, 50,000, 1 ലക്ഷം വരെ ആളുകൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. മൊത്തം ഇയാൾ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ 25 ലക്ഷം രൂപയോളം ഇയാളുടെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇയാളാണെങ്കിൽ ഈ കിട്ടുന്നതിൽ നിന്നും 1 രൂപ പോലും ഈ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാർക്കോ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. 1 രൂപ പോലും ചികിത്സാ സഹായത്തിനാണെങ്കിലും ഒന്നിനും ഇയാൾ 1 രൂപ പോലും കൊടുത്തിട്ടില്ല. ഇയാൾക്ക് കിട്ടുന്ന പൈസ മൊത്തം ഇയാൾ സ്വന്തമായിട്ട് ഉപയോഗിക്കണം. നല്ല ഫുഡ് അടിച്ച് നല്ല യാത്രകളൊക്കെ പോയി. ഇപ്പോൾ ഈ ഇത് വരുന്നതിന് 2 ദിവസം മുമ്പ് വരെ ഇയാൾ യാത്രയിലായിരുന്നു. ഇപ്പോൾ ഈ ഭാര്യയെ അമ്മ കൊണ്ടുവന്ന് ഇപ്പോൾ ഭാര്യയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ മോളെ വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഇയാൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് മോളെ എന്ന് വിളിക്കുന്നതും സ്നേഹം കാണിക്കുന്നതൊക്കെ മനസ്സിലാകും. അപ്പോൾ ഞാൻ ഒരുപാട് തട്ടിപ്പുകളും വെട്ടിപ്പുകളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു നെറുകെട്ട തട്ടിപ്പ് ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സ്വന്തം ഭാര്യ വെച്ച് വിലപേശുന്ന ഒരു ആളിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്താ പറയുക, അത്രയ്ക്കും നീച പ്രവൃത്തിയാണ് ഇയാൾ ചെയ്യുന്നത്. ഇയാൾ എന്താണ്, കുറച്ചെങ്കിലും ഒരു അംശം എങ്കിലും ആ ഭാര്യയോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇയാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഫുഡ് അടിച്ച് ജീവിച്ച് നടക്കാതെ ആ ഭാര്യൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു ഇത് കൊടുക്കില്ല. ഇയാൾ വേറെ പെണ്ണുങ്ങളുമായിട്ടുള്ളതൊക്കെ ഉണ്ടെന്നൊക്കെയാണ് ഭാര്യയുടെ അമ്മ പറയുന്നതായിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ കണ്ടു. അപ്പോൾ അമ്മ പറയുന്ന കുറച്ച് വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാട്ടോ, ഒന്ന് കണ്ടു നോക്കൂ. ഇപ്പം 28 വയസ്സ്, ഓർമ്മയില്ല, സംസാരമില്ല. ഇപ്പം അവന് അനുമോളെ വേണ്ട. എല്ലാം ഈ വീഡിയോ കുഞ്ഞിനെ വെച്ച് പൈസ അവന് വേണം, അത് മാത്രം മതിയായിരുന്നു. 6 ക്യാമറ സാറേ അവൻ്റെ വീട്ടിൽ വെച്ചേക്കുന്നത്. ഈ അബോധാവസ്ഥ കിടക്കുന്ന കുഞ്ഞിൻ്റെ വീട്ടിൽ 6 ക്യാമറ. എന്നിട്ട് അവൻ ഫേസ്ബുക്കിൽ കൂടെ ഇത് ചെയ്ത് ഈ മൂക്ക് കാമുകന്മാരുണ്ടെന്ന് അവൻ ഈ അവസ്ഥയാക്കിയിട്ടിട്ട് കഥവടച്ചാൽ മതി. നമ്മളെ നമുക്ക് ഇവിടെ ഇരിക്കാം, പൊന്നു കഴിഞ്ഞു ഇറങ്ങി ഓടി അങ്ങ് പോവും. അതുകൊണ്ട് ഞങ്ങൾ ഈ വഴിസൗകര്യം ഇല്ലാത്തോണ്ട് അവൻ്റെ പീഡനം സഹിച്ച് ഇത്രയും നാളെ ഞങ്ങൾ അവിടെ നിന്ന് ഈ വീഡിയോ ചെയ്ത പൈസ മൊത്തം അവൻ്റെ കയ്യില്ല. പല രീതിയിൽ അവൻ ചെലവാക്കും. അവന് പൈസ കിട്ടിയപ്പോഴത്തേക്ക് അവന് പ്രാന്തായി. ഒരു തരത്തിലും അവൻ്റെ കൂടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. അവള് നല്ലൊരു മിടുക്കി കുട്ടിയായിരുന്നു, പഠിക്കാൻ മിടുക്കി. ഇപ്പോൾ പറയണ കേട്ടോ, അത്രയും
നീചപ്രവൃത്തിയാണ് ഇയാൾ ചെയ്യുന്നത്. മോളെ വെച്ചിട്ട് ഭയങ്കര വിലപേശലാണ് കാണിക്കുന്നത്. അനു എന്നാണ് അവളുടെ പേര്, അഭിനവ് എന്നാണ് അയാളുടെ പേര്. അപ്പോൾ എത്ര ഇതായിട്ടുള്ള, ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്, എത്ര ഭംഗിയുള്ളൊരു മോളായിരുന്നു, അതിനെയാണ് ഈ ഒരു കോലം ആക്കിയിരിക്കുന്നത്. ശരിയാണ്, അപകടം സംഭവിച്ചതാണ്. അപകടം സംഭവിച്ച് പൊന്നുപോലെ നോക്കുന്ന എത്രയോ ഭാര്യമാരുണ്ടല്ലേ, അവരെയൊക്കെ കാണുമ്പോൾ നമിച്ചു പോവുകയാണ്. ഇവൻ ഈ ഒരു ഭാര്യയെ വെച്ചിട്ട് എത്ര രൂപ പണം ഉണ്ടാക്കിയിട്ട് അതിൽ 1 രൂപ പോലും കൊടുക്കാതെ ഇങ്ങനെ ഇവൻ സ്വയം ഫുഡടിച്ച് ജീവിക്കാൻ ഇവനക്ക് എങ്ങനെ മനസ്സ് വരുന്നതെന്നാണ് ഞാൻ ചിന്തിച്ച് പോകുന്നത്. നെറുകെട്ടൊരു സ്വഭാവം തന്നെയാണ് ഇവൻ്റേതായിട്ട് എനിക്ക് തോന്നുന്നത്. 1 രൂപ പോലും ചികിത്സയ്ക്ക് ഒന്നിനും കൊടുത്തിട്ടില്ല എന്ന്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ അമ്മയുടെ അക്കൗണ്ടിലോട്ട് ഇനി പൈസ അയച്ചു കൊടുക്കുക. ദയവ് ചെയ്ത് അവൻ ഇനി ഇങ്ങനെയുള്ള കപട വീഡിയോകൾ ചെയ്യുമ്പോൾ ഒരിക്കലും അവൻ്റെ അക്കൗണ്ടിലോട്ട് വീഡിയോ ചെയ്തു പൈസ അയച്ചു കൊടുക്കരുത്. അവൻ ഇത് വെച്ച് വിലപേശി അവൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടും അവൻ്റെ ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ പണം അവൻ ദുരുപയോഗം ചെയ്യുന്നത്. അല്ലാതെ ഈ കുടുംബത്തിന് ആ ഭാര്യയ്ക്ക് 1 രൂപ പോലും ചികിത്സാ സഹായം ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടി ചികിത്സയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അനുവിന് കുറച്ചുകൂടെ ഡെവലപ്പ് ആവുമായിരിക്കും. ഇപ്പം തന്നെ കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നും. അത്രയും ദയനീയ അവസ്ഥയാണ് അനുവിൻ്റെ. അപ്പോൾ എല്ലാവരും ഈ അമ്മയുടെ അക്കൗണ്ടിലോട്ട് പൈസ അയച്ചു കൊടുത്താൽ മതി എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അത്രയും ഇതായിട്ടുള്ള അവസ്ഥയാണ്. അവർക്ക് ഒന്നും കൊടുക്കാറില്ല, 1 രൂപ പോലും കൊടുക്കാറില്ല. പറഞ്ഞപ്പോൾ അവൻ എന്തുമാത്രം പണമാണ് ഒറ്റയ്ക്ക് ചെലവഴിച്ച് ഇവൻ ഈ ഒരു വീഡിയോ വെച്ചിട്ട് അവൻ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കി. 25 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ചില്ലറ പൈസയൊന്നുമല്ല. അവൻ അതുകൊണ്ട് നല്ലോണം അടിച്ചു പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ പറയുന്ന കുറച്ച് വാക്കുകളൂടെ കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഒന്ന് കേട്ട് നോക്കൂ. പിന്നെ അകത്ത് ബാത്റൂമില്ല, വെളിയില. പിന്നെ അവളെ പിടിച്ചോണ്ട് പോയി. ഭയങ്കര ശക്തിയാണ്. നമ്മൾ പിടിക്കുമ്പോൾ അവള് നമ്മളെ കൈ വെട്ടിച്ചോടും. അനുമോക്ക് ഭാര്യയും ഭർത്താവും കൂടെ പോയ വഴിക്ക് വണ്ടി ആക്സിഡന്റ് ആയതാ. അവൻ മദ്യം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ ഹെൽമെറ്റ് വെച്ചിട്ടില്ല. മദ്യത്തിൻ്റെ ലഹരി അവന് ഹെൽമെറ്റ് വെക്കാനുള്ള ഓർമ്മ പോയില്ല. പക്ഷെ മോള് വെച്ചിരുന്നതാ. മെയിൻ റോഡിൽ ഇറങ്ങിയപ്പോൾ ഇവള് ഊരി അവൻ്റെ തലയെ വെച്ച് കൊടുത്ത്. അതിന് അവൻ ചോദിച്ചതാണോ എന്തോ അതെനിക്ക് അറിയത്തില്ല. 10 മിനിറ്റ് കഴിഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് വണ്ടി തെറിച്ച് പോവുക ചെയ്തത്. വേറെ വണ്ടിയൊന്നും ഇടിച്ചതോ അല്ലാതെ വണ്ടി മറിഞ്ഞതോ ഒന്നും അല്ല. അവൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് വീഴുവോ കുഞ്ഞ് വീണ്. പിന്നെ ഞങ്ങളെ വീണ്ടും ഈ പത്മാവതി തന്നെ കൊണ്ടുപോയപ്പോൾ ഇവർക്ക് സോഡിയം കുറഞ്ഞ്. അപ്പോഴത്തേക്ക് മോള് മരണത്തോടെ മല്ലടിക്കുക. സോഡിയം കുറഞ്ഞാന്ന് പറഞ്ഞ് ഇവർ കുഞ്ഞിനെ പിന്നെ വെന്റിലേറ്ററിലിട്ട്. ഇപ്പം 28 വയസ്സ്, ഓർമ്മയില്ല, സംസാരമില്ല. ഇപ്പം അവന് അനുമോളെ വേണ്ട. ഞങ്ങൾ 2 മാസം മെഡിസിറ്റി ഇരുന്നു. അവൻ്റെ ആളുകളോ അവൻ്റെ അച്ഛനും അമ്മയും വന്ന് ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം, നിങ്ങളെപ്പോലുള്ളവരുടെ സഹോദരങ്ങളും അമ്മയും അച്ഛനും കിടക്കുന്നവരും ഒന്ന് ഞങ്ങൾക്ക് ചായക്ക് ഞങ്ങൾ 2 മാസം തിണ്ണെ കസര ഇരുന്ന് നേരം വെളുപ്പിച്ച്. അനുമോളെ ഞങ്ങൾക്ക് റൂം എടുക്കാൻ നിവർത്തിയില്ല. അത് ഇങ്ങനെ നേരം വിളിക്കുമ്പോൾ അനുമോളെ ഇനി വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഇതുപോലെ മൊബൈലും കൊണ്ടൊരു വീഡിയോ ചെയ്യുക. അത് ഈ അനുമോളും മക്കള് എൻ്റെ പൊന്ന അതെടുക്കുന്നിടം വരെ അവന് നല്ലതാണ്. പക്ഷേ ഇത് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഇവൻ പിന്നെ പുറത്ത് പോയിട്ട് ചിലപ്പോൾ 1 ആഴ്ച 2 ആഴ്ച കോയമ്പത്തൂർ പോകും. അവിടെ പോകും. പിന്നെ അനുമോൾ എന്ത് ചെയ്യുന്ന പോലും ഒരു ഫോൺ കോളിൽ പോലും എൻ്റെ ഫോണ് ചെക്ക് ചെയ്യുക, ഒരു കോള് വിളിച്ച് ചോദിക്കത്തില്ല. അനു എന്ന മോൾക്ക് വെറും 28 വയസ്സുള്ള. അപ്പോൾ എന്തൊരു ദുരവസ്ഥയാണ് അല്ലേ ഈ ഒരു 28 വയസ്സിൽ ആ മോള് അനുഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഈ ഇങ്ങനെയൊക്കെയുള്ള മനസ്സുള്ളവരെ എന്ത് പറഞ്ഞാൽ വിളിക്കേണ്ടതെന്ന് തന്നെ അറിയുന്നില്ല. ആ 1 രൂപ പോലും സഹായം ചെയ്യാതെ ആ ഭാര്യയെ വെച്ച് പണം ഉണ്ടാക്കി അവനക്ക് എങ്ങനെയാണ് സമാധാനം കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും പണം അവൻ ദുരുപയോഗം ചെയ്ത് അവൻ്റെ സുഖത്തിനും അവൻ്റെ സന്തോഷത്തിനും വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ട് ആ ഭാര്യയ്ക്ക് ഒന്നും കൊടുക്കാതെയുള്ള അവൻ്റെ ആ മനസ്സ്, ആ നീച പ്രവൃത്തി ഉണ്ടല്ലോ, അതെനിക്ക് പറഞ്ഞറിയിക്കാതിരിക്കാൻ വയ്യ. അത്രയും മോശമായിട്ടുള്ള പ്രവൃത്തിയുണ്ട്. അവൻ്റെ ആ വാക്കുകൾ വിശ്വസിച്ച് അവനക്ക് ആ മോൾക്ക് വേണ്ടി സഹായം കൊടുത്ത ആ ആളുകളുടെ മനസ്സുകളൊക്കെ ഇപ്പം എന്തായിരിക്കും? അവരും ഒരുപാട് വേദനിക്കുന്നുണ്ടാവും. ഈ ഒരു പ്രാകലവൻ എവിടെ കൊണ്ടുപോയി അവസാനിപ്പിക്കും? എന്തായാലും മോളെ കാണുമ്പോൾ തന്നെ, ആ അനുവിനെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് തന്നെ വല്ലാത്ത വിഷമം തോന്നുന്നു. പാറി പറഞ്ഞ് നടക്കേണ്ട പ്രായം, 28 വയസ്സ് എന്ന് പറയുന്നത് എത്ര ചെറിയ പ്രായമാണ്. എന്തെല്ലാം സ്വപ്നങ്ങളും ഇതെല്ലാം ഉള്ള ഒരു ഇതാണ്. അപ്പോൾ അമ്മ പറയുന്ന ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് വിങ്ങിപ്പൊട്ടണം. അത്രയ്ക്ക് വിഷമമുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ. എന്ത് തന്നെയാണെങ്കിലും ഇനി ഇവൻ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ ആരും സഹായിക്കരുത് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ആരും സഹായിക്കരുത്. ആരും ഇവൻ വീഡിയോയ്ക്ക് വേണ്ടി, ഇവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടും ഇവൻക്ക് പണം എടുക്കാൻ വേണ്ടിയിട്ടും മാത്രമാണ് ഇവൻ ഇങ്ങനെ ചെയ്യുന്നത്.
അല്ലാതെ അനുവിന് വേണ്ടി ഒരു 10 രൂപ പോലും കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവനക്ക് ഇനി ആരും സഹായം ചെയ്യരുത് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും അനുവിൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അത്രയും വിഷമമുണ്ട് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ. ഇത് വെച്ച് ഇവൻ മുതലാക്കുന്ന ആ ഒരു ഇതുണ്ട് കണ്ടപ്പോഴുണ്ടല്ലോ, വല്ലാത്തൊരു വേദന തോന്നി. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.